നമസ്കാരം. ഖത്തറിൽ റാസ് ലഫാനിലെ ബർസാൻ LNG സംസ്കരണശാലയിൽ, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് സംസ്കരണശാലയിൽ ഈ കഴിഞ്ഞ ദിവസമുണ്ടായ വലിയ സ്ഫോടനത്തിൽ 13 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഔദ്യോഗിക വിവരങ്ങൾ. ദുഃഖകരമായൊരു വാർത്ത എന്ന് പറയുന്നത് ആ 13 പേരിൽ 12 പേർ ഭാരതീയരാണ്. ഭാരതീയ വിദേശകാര്യ മന്ത്രാലയം ഖത്തർ ഭരണാധികാരികളുമായി സംയോജിപ്പിച്ച് ഈ 12 ഭാരതീയരുടെയും മൃതശരീരങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം നമ്മെ അറിയിക്കുന്നത്. ഈ സ്ഫോടനത്തിൻ്റെ പിന്നിലുള്ള ഔദ്യോഗിക വിശദീകരണം ഇപ്പോൾ ഖത്തർ പുറത്തുവിടുന്നത് ഒരു സാങ്കേതിക പിഴവായിരുന്നു. കാരണം 2025 ഡിസംബർ മുതൽ ഈ ബർസാൻ മേഖലയിലെ ഈ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് സംസ്കരണശാല അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിരിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് അത് വീണ്ടും പ്രവർത്തിപ്പിക്കുവാനായി ഒരു പുതിയ സ്റ്റാർട്ടപ്പ് പ്രൊജക്റ്റ് എന്ന് പറയും, അതായത് പുതിയ സംസ്കരണ സ്ഥലം കണ്ടുപിടിച്ച് അത്തരത്തിലുള്ള എന്തോ ഒരു പ്രൊജക്റ്റ്, എന്താണ് ആ പ്രൊജക്റ്റ് എന്നുള്ളതിൻ്റെ വിശദീകരണം അവർ പുറത്തുവിട്ടിട്ടില്ല. അത്തരത്തിലുള്ളൊരു സംരംഭം ശ്രമിക്കുന്നതിനിടെ അല്ലെങ്കിൽ സംരംഭം തുടങ്ങുവാനുള്ള സമയത്താണ് ഈ സ്ഫോടനമുണ്ടായതെന്നാണ് ഔദ്യോഗികമായ വിശദീകരണം. പക്ഷേ ഇതിന് പിന്നിൽ എന്തെങ്കിലും അട്ടിമറി ഉണ്ടോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതിലും ഗുരുതരമായൊരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ ഇപ്പോൾ ഏതാണ്ട് നിന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്ന 108 ദിവസങ്ങളോളം നീണ്ട ഇറാൻ ഇസ്രായേൽ അമേരിക്ക സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഖത്തറിൻ്റെ പ്രത്യേകിച്ച് ഈ റാസ് ലഫാൻ മേഖലയിലെ തുറമുഖങ്ങൾക്ക് നേരെ ഇറാൻ രൂക്ഷമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നു, ഡ്രോണുകൾ ഉപയോഗിച്ചും മിസൈലുകൾ ഉപയോഗിച്ചും. ആ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ അറ്റകുറ്റപ്പണികൾക്കായി തുറമുഖങ്ങൾ അടയ്ക്കുകയും ഈ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് സംഭരണശാലയും സംസ്കരണശാലകളുടെ വിവിധ ഭാഗങ്ങൾ അടച്ചിടുകയും ആ പശ്ചാത്തലത്തിൽ അടുത്ത 3 മുതൽ 5 വർഷങ്ങളിലേക്ക് 12.8 മെട്രിക് ടൺ ഉത്പാദനത്തിൽ കുറവ് വരുത്തുമെന്ന് ഖത്തർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ മേൽ കൂനിന്മേൽ കുരുവെന്ന പോലെയാണ് ഇപ്പോൾ ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ ഉത്പാദനത്തിൽ വലിയ ഇടിവുണ്ടാകുമെന്ന് സംശയിക്കപ്പെടുകയല്ല, ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ട വാർത്ത തന്നെയായി നമുക്കതിനെ കരുതാം. കാരണം ഇപ്പോൾ തന്നെ അതിനൊരു ഈ പറഞ്ഞതുപോലെ 12.8 മെട്രിക് ടൺ കുറവ് വരുത്തിയിട്ടുണ്ട് ഖത്തർ പ്രതിവർഷമുള്ള ഉത്പാദനത്തിൽ. അടുത്ത 3 മുതൽ 5 വർഷങ്ങളിലേക്ക് ആ കുറവ് തുടരുകയും ചെയ്യും. അത്തരത്തിലുള്ളൊരു കുറഞ്ഞ ഉത്പാദനമേ ഖത്തർ നടത്തുകയുള്ളൂ എന്നും അവർ പറയുന്നുണ്ട്. ഇനിയും കുറവ് അതിൽ വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ ഏറ്റവും വലിയ ഒരു സ്രോതസ്സാണ് ഭാരതത്തെ സംബന്ധിച്ച് ഖത്തർ. അത് ഭാരതത്തെ സംബന്ധിച്ച് ഒരല്പം ആശങ്ക ഉളവാക്കുന്ന വാർത്തയാണ്. ഇനി ഇതിൻ്റെ പിന്നിൽ അട്ടിമറി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു സംശയം ഉയരുവാനായിട്ട് ഇപ്പോൾ നടക്കുന്ന സമാധാന ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ഖത്തർ ഒരു മധ്യസ്ഥനായി പ്രവർത്തിക്കുകയാണ് ഇറാനും അമേരിക്കയ്ക്കുമിടയിൽ. അത് ഒരു അത്ഭുതകരമായ കാര്യമായിട്ടാണ് ലോകം കണ്ടത്. കാരണം ഇറാൻ ഖത്തറിനെ ഒരു ശത്രു രാജ്യമായി കണ്ട് ഖത്തറിന് നേരെ സൗദി അറേബ്യയും UAEയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആക്രമണം നേരിടേണ്ടി വന്ന, ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും വലിയ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്ന ഗൾഫ് രാജ്യങ്ങളിലൊന്നാണ് ഖത്തർ. പക്ഷേ ഖത്തറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ എപ്പോഴും പഴയ സൗദി അറേബ്യയുടെ രീതിയിൽ പ്രവർത്തിക്കുന്ന, എന്നാൽ ഇറാൻ്റെ ഒരു മനസ്ഥിതിയുള്ള ഒരു ഇസ്ലാമിക രാജ്യമാണ് ഖത്തർ. വലിയ സമ്പത്ത് ആ രാജ്യത്തിന് സ്വന്തമായിട്ടുണ്ട് ഈ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിൻ്റെയും മറ്റും വിപണനത്തിലൂടെ. അതിസമ്പന്നമായൊരു രാജ്യമാണ്. പക്ഷേ ലോകത്താകമാനം ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ വലിയ പ്രചാരകർ കൂടിയാണ് ഖത്തർ, അനൗദ്യോഗിക പ്രചാരകർ. പണ്ട് മുഹമ്മദ് ബിൻ സൽമാൻ സൗദിയുടെ ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്ത് തുടങ്ങുന്ന ഘട്ടം വരെയെങ്കിലും സൗദി അറേബ്യയിൽ ഈ സലഫി ആശയങ്ങൾ, അതുവഴി ഇസ്ലാമിക ഭീകരവാദം ലോകത്താകമാനം, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ നിന്ന് ദക്ഷിണേഷ്യയിലേക്ക്, ചൈന വഴിയോ, ചൈനയിലേക്ക് എത്തിയിട്ടില്ല, ഉയ്ഗർ മേഖലയിലെല്ലാം അതിൻ്റെ ശ്രമങ്ങൾ നടന്നപ്പോൾ തന്നെ ചൈനീസ് സർക്കാർ അതിന് തടയിട്ടു. ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ഈ സലഫി ആശയങ്ങൾ പ്രചരിപ്പിച്ച് അതിൻ്റെ മറപിടിച്ച് ഭീകരവാദം വളർത്തുന്നതിൽ സൗദി അറേബ്യ നല്ലൊരു പങ്ക് വഹിച്ചിരുന്നു. അത് തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. മുഹമ്മദ് ബിൻ സൽമാൻ അതിനെല്ലാം ഒരു തടയിട്ടപ്പോൾ സൗദിയുടെ ആ സ്ഥാനം ഖത്തർ ഏറ്റെടുത്തു എന്ന് വേണം കരുതാനെന്നാണ് പല രാജ്യങ്ങളും രാജ്യസുരക്ഷാ വിദഗ്ധരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഖത്തർ എന്നുള്ളത് ഒരിക്കലും ഇന്ത്യയെ സംബന്ധിച്ചൊരു സൗഹൃദ രാജ്യമായിരുന്നില്ല. ഇന്ത്യയുമായിട്ട് ഒരിക്കലും ഊഷ്മളമായൊരു ബന്ധം ഖത്തർ സൂക്ഷിച്ചിരുന്നില്ല. എന്നാൽ വ്യാപാര വാണിജ്യ തലങ്ങളിൽ നല്ല ബന്ധമുള്ളൊരു രാജ്യവുമായിരുന്നു. ഭാരതത്തിൻ്റെ ഒരു നയതന്ത്രം എന്നുള്ളത് കഴിഞ്ഞൊരു 12 വർഷങ്ങളായി നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ അത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. സൗഹൃദം
ഇല്ലാത്ത രാജ്യങ്ങളുമായി പോലും ഒരുപക്ഷെ നയതന്ത്രപരമായിട്ടും ആശയപരമായിട്ടും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള രാജ്യങ്ങളുമായി പോലും വ്യാപാര ബന്ധങ്ങൾ ശക്തമായിരിക്കും, സുദൃഢമായിരിക്കും. പാകിസ്ഥാനുമായിട്ട് പോലും വ്യാപാര ബന്ധം ഒരു പരിധിവരെ ഭാരതം നിലനിർത്തി പോന്നിരുന്നു, ഒരു ഘട്ടം വരെ. അതിനുശേഷം അത് പൂർണ്ണമായും നിർത്തലാക്കപ്പെട്ടു. ചൈനയുമായിട്ടും നമ്മൾ വ്യാപാര ബന്ധം തുടരാറുണ്ട്. എന്നാൽ അതിർത്തി സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ രൂക്ഷമായിരിക്കുന്ന അവസരങ്ങളിൽ അത്തരത്തിലുള്ള ബന്ധങ്ങൾക്ക് ചെറിയ തടകളും വിധിക്കാറുണ്ട്. ചൈനീസ് ആപ്ലിക്കേഷനുകൾ, ഫോണുകളിലെ ആപ്പുകൾ നിരോധിച്ച സംഭവം പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും. അത്തരത്തിലാണ് ഭാരതം ഒരു വ്യാപാര ബന്ധങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അവരുടെ നയതന്ത്ര ബന്ധങ്ങളുമായിട്ടുള്ള ഒരു നയതന്ത്ര പ്രതിനിധികളുമായിട്ടുള്ള ബന്ധങ്ങൾ തുടങ്ങി രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ വരെ ഇത്തരം രാജ്യങ്ങളുമായിട്ട് കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഒരു രീതി അതാണ്. അത് ഭാരതത്തിൻ്റെ കാര്യം. ഭാരതത്തെ സംബന്ധിച്ച് ഈ ഒരു അവിടെ ഉണ്ടായ സ്ഫോടനം, ഭാരതീയരുടെ മരണം, അത് ദുഃഖകരമാണ്. ഇനി ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ ലഭ്യത ആശങ്കാജനകമാണ്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. ഇനി അട്ടിമറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അട്ടിമറി നടന്നു എന്ന് സ്ഥിരീകരിക്കുവാനുള്ള യാതൊരു വിവരങ്ങളും ഖത്തർ ഔദ്യോഗികമായി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. മറ്റ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിരന്തരമായി അത്തരത്തിലുള്ളൊരു സംശയം ഉയർത്തുന്നുണ്ടെങ്കിലും ഇന്ന് പുലർച്ചെ മുതൽ, ഭാരതീയ സമയം പുലർച്ചെ മുതൽ അത്തരത്തിലുള്ള ഒരു സംശയങ്ങളും ഏതാണ്ട് നിശബ്ദമാക്കപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. നിശബ്ദമാക്കപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് വെച്ചാൽ ഭയത്തിൻ്റെ പുറത്തുള്ള നിശബ്ദതയല്ല. എന്നാൽ അത്തരത്തിലുള്ളൊരു സാധ്യത തള്ളിക്കളഞ്ഞിട്ടുമില്ല എന്നാണ് നമുക്ക് ആ നിശബ്ദതയിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഖത്തറിൻ്റെ ഏതോ തരത്തിലുള്ള സ്വാധീനത്തിലൂടെ ആ സംശയങ്ങൾ നിശബ്ദമാക്കപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഈ സംശയം ഉയരുവാനുള്ള പ്രധാന കാരണം ആദ്യത്തേത് ഇറാൻ്റെ ആക്രമണങ്ങളായിരുന്നു. 107 ദിവസങ്ങൾ നീണ്ട യുദ്ധത്തിനിടയിൽ ഖത്തറിൻ്റെ മേൽ ഇറാൻ നടത്തിയ രൂക്ഷമായ ആക്രമണങ്ങൾ, അതിൻ്റെ എന്തെങ്കിലും തുടർച്ചയാണോ ഈ അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ എന്നുള്ള സംശയങ്ങൾ കൃത്യമായി ഉയരുന്നുണ്ട്. മറുവശത്ത് ഈ സമാധാന ചർച്ചകളെ അട്ടിമറിക്കുവാനുള്ള എന്തെങ്കിലും ശ്രമമാണോ ഖത്തറിൽ നടന്നത്? കാരണം ഖത്തറാണ് മധ്യസ്ഥൻ. അത്തരത്തിലുള്ള മധ്യസ്ഥത വഹിക്കുന്ന ഖത്തറിനെതിരെയുള്ള പ്രതിഷേധം ആഭ്യന്തരമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാഹ്യശക്തികളുടെ സ്വാധീനത്തിൽപ്പെട്ട ആരെങ്കിലും അത്തരത്തിലുള്ള ഏതെങ്കിലും വ്യക്തിയോ പ്രസ്ഥാനങ്ങളിലൂടെയോ മറ്റേതെങ്കിലും ബാഹ്യശക്തി നടപ്പാക്കിയതാണോ എന്നുള്ളൊരു സംശയവും വരുന്നുണ്ട്. എന്താണെന്നുള്ളതിൻ്റെ സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഖത്തർ സർക്കാർ തന്നെ, ഖത്തർ ഭരണാധികാരികൾ തന്നെ അത്തരത്തിലുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. തന്നെയുമല്ല, അന്താരാഷ്ട്ര ഏജൻസികളും ഈ വിഷയത്തെ വളരെ താല്പര്യത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. കാരണം മധ്യപൂർവേഷ്യയിൽ സമവാക്യങ്ങൾ അനുനിമിഷം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ എണ്ണയുടെ വിപണനം, പ്രകൃതിവാതകങ്ങളുടെ വിപണനം, ഇവയെല്ലാം സംബന്ധിച്ച് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ലോകരാഷ്ട്രങ്ങൾക്ക് എത്തരത്തിലുള്ളൊരു പ്രതിസന്ധിയാണോ വന്നു ചേരുവാനുള്ളത്? അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഭാരതത്തെയും തുറച്ചു നോക്കുന്നുണ്ട് എന്നുള്ള വസ്തുത ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങളും വളരെയധികം താല്പര്യത്തോടു കൂടിയാണ് ഈ ഒരു സംഭവത്തെ, അപകടത്തെ നോക്കിക്കാണുന്നത്. ഇപ്പോൾ അതിനെ അപകടമെന്ന് തന്നെ വിളിക്കണം. അട്ടിമറിയാണെന്നുള്ള സ്ഥിരീകരണം വരാത്ത കാരണത്താൽ മാത്രം. ഇനി ഇത്തരത്തിൽ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ താൽക്കാലികമായി അതുണ്ടാകുവാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഒരു മേലോട്ടമായി നോക്കുന്നവർക്ക് പറയുവാൻ സാധിക്കുക. പക്ഷേ ഇതിനൊരു മറുവശമുണ്ട്. ഇപ്പോൾ ഈ നടക്കുന്ന സമാധാന ചർച്ചയോട് ഇറാനിൽ തന്നെ വലിയൊരു വിഭാഗത്തിന്, അതായത് ഭരണകൂടത്തിലെ വലിയൊരു വിഭാഗത്തിന്, പ്രത്യേകിച്ച് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിൻ്റെ ചില തലവന്മാർക്ക് താല്പര്യക്കുറവുണ്ട് എന്ന് മാത്രമല്ല, ശക്തമായ എതിർപ്പുമുണ്ട്. അത്തരത്തിലുള്ള താല്പര്യക്കുറവോ എതിർപ്പുകളോ കാരണം ഈ സമാധാന ചർച്ചകൾ അട്ടിമറിക്കുവാൻ വേണ്ടി അവരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നീക്കമുണ്ടായതാണോ എന്നുള്ള സംശയം ഉയരുന്നുണ്ട്. അതും അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുത്തുമോ, ഖത്തർ കൊണ്ടുവരുമോ എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമല്ല. കാരണം ഖത്തറിനെ സംബന്ധിച്ച് ഈ ഒരു മധ്യസ്ഥത വളരെ വലിയൊരു ഭൂമികയാണ്. അമേരിക്കയുമായും ഇറാനുമായും ഒരേ തരത്തിൽ ബന്ധങ്ങൾ പുലർത്തുവാനുള്ള ഒരു സാഹചര്യം അവർക്ക് മുന്നിൽ ഒരുങ്ങിയിട്ടുണ്ട്. ഇറാനുമായിട്ടൊരു ശത്രുതയില്ലാതെ പോവുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇറാൻ്റെ ആക്രമണ പരിധിയിൽ ഏറ്റവും ആദ്യം വരുന്ന രാജ്യങ്ങളിലൊന്നാണ് ഖത്തർ. അതുകൊണ്ട് തന്നെ ഇറാൻ അവരുടെ ശത്രുവായി നിലനിന്നാൽ ഏതൊരവസരത്തിലും, പ്രത്യേകിച്ച് റാസ് ലഫാൻ പോലുള്ള മേഖലകൾ വളരെ തന്ത്രപ്രധാനവും വാണിജ്യപരമായി വളരെ പ്രാധാന്യമുള്ളതുമായൊരു മേഖലയാണ് ഈ റാസ് ലഫാൻ എന്നുള്ളത്. പ്രത്യേകിച്ച് റാസ് ലഫാൻ തുറമുഖമൊക്കെ കൃത്യമായിട്ട് ഇറാൻ്റെ വിരൽ തുമ്പത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തരത്തിലുള്ള ഒരു ഭൂപ്രകൃതി ബാധ്യത ഖത്തറിനെ സംബന്ധിച്ചുള്ളപ്പോൾ
ഇറാനെ പിണക്കുവാൻ ഖത്തർ ഒരിക്കലും തയ്യാറാവുകയില്ല. കാരണം ഖത്തർ വലിയ സാമ്പത്തിക ശക്തിയാണെങ്കിലും ഖത്തർ ഒരിക്കലും ഒരു കൺസിഡറബിൾ ആയിട്ടുള്ള, നമുക്ക് ഗണിക്കാവുന്ന, എന്തെങ്കിലും ഒരു ഗണനത്തിൽ പെടുത്താവുന്ന തരത്തിലുള്ളൊരു സൈനിക ശക്തിയല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ആ പരിമിതികൾക്കുള്ളിൽ നിന്ന് അവർ പല മെയ് വഴക്കത്തോടു കൂടിയുള്ള നയതന്ത്ര പ്രകടനങ്ങളും കാണിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ കൂടി ഖത്തർ അതിനെ, ഇറാൻ്റെ ഭാഗത്തു നിന്നാണ് അതുണ്ടായിട്ടുള്ളതെങ്കിൽ ഖത്തർ അതിനെ ഇപ്പോൾ പരസ്യപ്പെടുത്തുകയില്ല എന്നാണ് രാജ്യാന്തര വിദഗ്ധർ പറയുന്നത്. മറുവശത്ത് മറ്റേതെങ്കിലും ബാഹ്യശക്തിയാണെങ്കിൽ അത് അന്വേഷണ വിധേയമാക്കും എന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല. കാരണം ഏതെങ്കിലും ഒരു തരത്തിൽ സംശയത്തിൻ്റെ ചൂണ്ടുവിരൽ ഇസ്രായേലിന് നേരെ ചൂണ്ടുവാൻ സാധിച്ചാൽ അത്തരമൊരു സാഹചര്യം ഖത്തർ ഒഴിവാക്കുകയില്ല. കാരണം ലോകത്ത് ആ ഭാഗത്ത് ഇസ്രായേലിൻ്റെയും സഖ്യകക്ഷികളുടെയും ഇടയിൽ ചില ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാനുള്ള സാഹചര്യമൊന്നും ഖത്തർ ഒഴിവാക്കുകയില്ല. കാരണം ഖത്തറിൻ്റെ ഇപ്പോഴുള്ള ആവശ്യം അമേരിക്കയുമായി ഇസ്രായേലിനുണ്ടായിരുന്നതുപോലെ ഇപ്പോൾ ഒരല്പം വിള്ളൽ വീണ ഇസ്രായേലുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടല്ലോ അമേരിക്കയുടെ. വിള്ളൽ വീണെങ്കിലും അത് പൂർണ്ണമായും നശിക്കുവാനൊന്നും പോകുന്നില്ല, അത് മറ്റൊരു വശം. കാരണം ഇന്നലെ RP അത് വളരെ വിശദമായി പറഞ്ഞിരുന്നു. ആ ബന്ധം ഒരിക്കലും ഇല്ലാതാകുവാൻ പോകുന്നില്ല. പക്ഷേ ഇസ്രായേലുമായിട്ടുള്ള അമേരിക്കയുടെ ബന്ധം തങ്ങൾക്കും ഉണ്ടാകണമെന്നുള്ളൊരാഗ്രഹം ഖത്തറിനെ സംബന്ധിച്ച് ദീർഘകാലമായി നിലനിൽക്കുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലുമായിട്ടുള്ള അമേരിക്കയുടെ ബന്ധത്തിൽ വിള്ളൽ കൂടുതൽ വലുതാക്കുവാനുള്ള ഒരു അവസരം ലഭിച്ചാൽ ഖത്തർ അത് വിട്ടുകളയുകയില്ല. എന്തായാലും ഇതൊരു അട്ടിമറിയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നാണ് അട്ടിമറി ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഖത്തർ അത് അന്വേഷിച്ച് പുറത്ത് കൊണ്ടുവരുവാനുള്ള സാധ്യത കുറവാണ്. മറ്റേതെങ്കിലും ബാഹ്യശക്തികളാണ് ഈ അട്ടിമറിക്ക് പിന്നിലെങ്കിൽ, അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ഇപ്പോൾ അതിനൊരു സ്ഥിരീകരണവുമില്ല, ആ അട്ടിമറിക്ക് പിന്നിൽ മറ്റേതെങ്കിലും ബാഹ്യശക്തികളാണെങ്കിൽ അതൊരു പക്ഷേ കൃത്യമായി അന്വേഷിച്ച് അവർക്ക് ലഭ്യമായ വിവരങ്ങൾ ഖത്തർ ലോകത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുവാനും സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ നമുക്കാകെ ചെയ്യുവാനോ അല്ലെങ്കിൽ പറയുവാനോ കഴിയുന്ന ഏക കാര്യം 12 ഭാരതീയരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പ്രേക്ഷകരുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. തത്വമയി ന്യൂസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നിങ്ങളെന്ന് ഉറപ്പുവരുത്തുക. ഇപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.